ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് വന്നിട്ട് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്കുകളുടെ മൂന്നാമത്തെ വലിയ ബാങ്കാണ്. ഓക്കെ, ആൾ ഓവർ ഇന്ത്യ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലും, പിന്നെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറമെ അതിനുള്ളിലുള്ള മറ്റുള്ള വലിയ വലിയ ടൗണുകളിലും ബാങ്ക് ബ്രാഞ്ചുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ വലിയ എക്സ്പാൻഷൻ പ്രോഗ്രാമിന് വേണ്ടി വലിയൊരു റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെബ്സൈറ്റ് നിങ്ങളിതിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്പണിങ്സ് കാണാനല്ലേ, അവിടെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കിടത്തിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ പല വേക്കൻസിയുടെയും കാണാൻ പറ്റും. ഇത് ബിലായ്, ഇത് നൽബാരി, എവിടെയെന്ന് അറിയില്ല എനിക്ക്, മുംബൈ, അംബാസമുദ്രം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള വേക്കൻസിയാണ്. ഞാനിത് നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തഞ്ചാവൂർ, വീണ്ടും തഞ്ചാവൂർ, ഇതെല്ലാം എന്താ വെച്ചാൽ ഇനി താഴത്തേക്ക് ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോട്ട് ജോബാണ്. ഇതെല്ലാം പെട്ടെന്ന് ആളെ വേണ്ട ജോബിലേക്കാണ് അവർ ഇങ്ങനെ ഈ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ വേറെ ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്കിപ്പോൾ സപ്പോസ് ലൈക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ ഒരു ജില്ലയിലത്തെ വേക്കൻസി ഇപ്പോൾ എല്ലാവരും ദൂരത്തൊന്നും പോയില്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്ത് ഇവിടെ നമ്മുടെ അടിച്ചു കൊടുക്കുന്നു സ്ഥലം. ഞാനിപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത് കോട്ടയം വന്നു. അവിടെ 4 വേക്കൻസിയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ സെർച്ചിൻ്റെ അവിടെ വീണ്ടും അമർത്തുന്നു. അപ്പോൾ കോട്ടയത്തെ വേക്കൻസി കാണിക്കും. കോട്ടയത്ത് ഇപ്പോൾ ഉള്ള വേക്കൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കോട്ടയമാണ്. ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്, കോർപ്പറേറ്റ് സാലറി, റീച്ച് മാർക്കറ്റ്, ബ്രാഞ്ച് ടെല്ലർ. ഓക്കെ, ബ്രാഞ്ച് ടെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാഷ്യർ ജോബാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം, ദിസ് ഇസ് കാഷ്യർ ജോബാണിത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ഇതിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി അടുത്തത് കോട്ടയം വിട്ടിട്ട് വേറൊരു സ്ഥലം അടിക്കുമ്പോൾ നമ്മൾ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ കോട്ടയം പോയി. അടുത്തത് എറണാകുളം അടിച്ചു നോക്കാം. ഞാനിത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് 226 ഇതുണ്ട്, വേക്കൻസി ഉണ്ട്. ഓക്കെ, അങ്ങനെ അടിച്ചിട്ട് വേണം ഇത് ഓരോന്ന് മനസ്സിലാക്കി എടുക്കാൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജില്ല മാറിയിട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നമല്ല. ഓരോ ജില്ലയിലത്തെ അടിക്കുക, അവനൊരു സ്ഥലത്ത് അടിക്കുക, അത് സെലക്ട് ചെയ്യുക, അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജോബ് കിട്ടാനുള്ള മാർഗ്ഗമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് സെർച്ച് അടിക്കുമ്പോൾ ഇതാ വന്നു. ഇത് വന്നിട്ട് എന്തൊക്കെയുള്ളത്, ഇത് വന്നിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്. ഓക്കെ, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. ബിസിനസ് ഡെവലപ്മെന്റ് അഫ്ലുവൻ്റ്. ഇത് പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇത് ഞാനതിൽ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്ന 10th പ്ലസ് 2 പാസ്സായവർക്ക് എവിടെ നോക്കുക എന്നുള്ളതല്ലേ. അത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ അവസാനം ഞാൻ കാണിക്കും. ഓക്കെ, അങ്ങനെ 1 ലക്ഷം മാനേജറൊക്കെ ചിലതൊക്കെ അത് കുറച്ച് എക്സ്പീരിയൻസേ ഉണ്ട്, 1, 2, 3. ഇതൊക്കെ മറ്റേ 0% എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിച്ചാലും കിട്ടുന്ന കേസുകളാണ്. ഇതൊക്കെ കുറച്ച് നന്നായി സംസാരിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ പ്രൈവറ്റ് ബാങ്കാണ്. അപ്പോൾ ആള് നല്ല പെർഫോമൻസ് ഇന്റർവ്യൂവിൽ കാണിച്ചാൽ എടുക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇങ്ങനെ ഓരോ വേക്കൻസിയും ഇതിൽ വരും. ഇതിൽ 26 വേക്കൻസിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞതും ഇതൊന്ന് പോവും, അത് കഴിഞ്ഞ് വരാനുള്ളത് ഇതിൽ വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൽ 10th പ്ലസ് 2 കഴിഞ്ഞ ആൾക്കാർ ടെല്ലർ എന്ന് പറഞ്ഞ കാഷ്യർ ജോബാണെന്ന് മനസ്സിലായിക്കോട്ടെ. കാരണം അതുകൊണ്ട് കാഷ്യർ ജോബ് ഇതിൽ കാണില്ല. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോൾ സപ്പോസ് 1, 2, 3 ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്സ്, ഇതൊന്ന് നോക്കി നോക്കാം നമുക്ക്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതെന്താണ് സ്ഥിതി, എങ്ങനെയാണെന്നെല്ലാം കാണിക്കും അവർ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മളിവിടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ, ഇത് വന്നു. ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്, ഇത് എറണാകുളത്താണ്. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, എറണാകുളമാണ്, ഇത് അവിടെ ഉണ്ട്. ഓക്കെ, എബൌട്ട് ലയബിലിറ്റി, സെയിൽസ്, അവൈലബിലിറ്റി, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്, ഓഫീസർ സെയിൽസ് ആർ പാർട്ട് ഓഫ് എ ബാങ്ക് ഫ്രണ്ട് ലൈൻ സെയിൽസ് ഫോഴ്സ് ഹൂസ് പ്രൈമറി ടു ഗെറ്റ് ന്യൂ കസ്റ്റമേഴ്സ് ഫോർ ദ ബാങ്ക് ആൻഡ് എക്സ്പ്ലോർ. ഇതെല്ലാം ഇവർ ഭയങ്കരമായ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന ആൾക്കാരാണ്. നല്ല ബാങ്കാണിത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ കീ റെസ്പോൺസിബിലിറ്റീസിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഐഡന്റിഫൈ sales opportunity for both the bank and third-party products by acquiring new customers and building new relationship, manage business relation with existing customers, achieve sales targets, record. ഇതിപ്പോൾ സെയിൽസ് ആണെന്ന് വിചാരിക്കേണ്ട, സെയിൽസ് അല്ലാത്തതുകൊണ്ട് കേട്ടോ ഇതിൽ ക്ലർക്ക് ടൈപ്പ് എല്ലാം ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ ഇതിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ഇതായി കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ 10th പ്ലസ് 2 വേക്കൻസി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം ഞാൻ ഈ വട്ടം വരച്ച് കാണിക്കുന്ന ഇതിൽ കയറുക. ഇവിടെ കാണിക്കും, ഇതിൽ കയറുക, ഇതിൽ പ്രസ് ചെയ്യാം.
ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിൽ ഫസ്റ്റ് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. CV അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു CV ഉണ്ടാക്കി വെക്കുക, ആൾറെഡി PDF ആക്കി വെക്കുക. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഫസ്റ്റ് നെയിം ഇതെല്ലാം ഫില്ലപ്പ് ചെയ്യുക, ഇമെയിൽ ഐ ഡി എല്ലാം കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക, കോൺടാക്ട് നമ്പർ, പിൻകോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒന്നും ആൾക്കാരല്ല ഈ ആപ്ലിക്കേഷനെല്ലാം പ്രോസസ്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 63, 25, 35 ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പ്രദേശത്തോ അതിലോ വേക്കൻസി വരുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെയാണ് അവർ എടുക്കുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിൻകോഡ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. കാരണം പറയാമെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ് ഇവർ അവരുടെ ഇതെല്ലാം ഇപ്പോൾ AI അല്ലേ. കാരണം ആൾക്കാരൊന്നും ഇരുന്നത് ഇത്രയും ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇത് വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതാണ് ഇത് കൊടുക്കുക. വല്ല ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുത്താൽ. ചിലവർക്കത് പറയണമെന്ന് നിർബന്ധമില്ലല്ലോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് അടുത്തത് പിന്നെ അതും ഇതാണ്, ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. LGBTQൻ്റെ പിന്നെ ജെൻഡർ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കറണ്ട് സിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് കോട്ടയം അല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിലത്തെ ഒരു പേര് കൊടുക്കരുത്. ചേർപ്പ് സ്ഥലത്തിലേതിട്ട് അങ്ങനെ കൊടുക്കരുത്. എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി അങ്ങനെ കൊടുക്കുക. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. അവരുടെ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, വേണ്ട സ്റ്റാർ കൊടുത്തിട്ടുണ്ടോ? കൊണ്ടോ ഇത് വെച്ചിട്ടാണ് അവർ. അപ്പോൾ എന്താ വെച്ചാൽ അവർ ഈ നിങ്ങളുടെ ബയോഡാറ്റ അവിടെ ചെല്ലുമ്പോൾ ഇതിൽ തന്നെ അവർക്ക് അതൊരു സ്പ്രെഡ്ഷീറ്റായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നിയർ ബൈ ഏരിയയിലേക്ക് വേക്കൻസി വരണമെങ്കിൽ അതിന് സോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കിട്ടും. അവർക്കാണ് പിന്നെ വിളി വരിക. അതാണ്. പിന്നെ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വിടുക. അത് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇത് ടിക്ക് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോയി അവിടെ വേക്കൻസി ആ നിയർ ബൈയോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളെ വിളിക്കും. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ എവിടെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതാണ് ലിങ്ക്. ഇതൊന്ന് ഗൂഗിളിൽ തപ്പി തന്നെ കിട്ടും. ഈ ലിങ്കിൽ ലിങ്ക് അടിക്കുക, കയറുക. ഓക്കെ. കയറി കഴിഞ്ഞാൽ ഇതിൽ വരും. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് കാരിയേഴ്സിനെല്ലാം അടിക്കുക. കാരിയേഴ്സിനെല്ലാം അടിക്കുക, അതിൽ കയറുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങളുടെ പരിചയമുള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും പിന്നെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇതാക്കുക. ചിലവർക്കൊക്കെ അറിയുന്നതായിരിക്കും, അവർക്ക് ഓക്കെ ഫൈൻ. പക്ഷേ എന്താ വെച്ചാൽ ഇത് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയി വരുന്നതാണ്. അതാണ് ഞാനിപ്പോൾ ഇത് ഇടാനുള്ള കാരണം. ഓക്കെ, താങ്ക് യു.